ഹലോ. ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ, അപ്പോൾ നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി ആയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8-10 മാങ്ങകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാങ്ങയ്ക്ക് പല നാട്ടിലും പല പേര് പറയാറുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ചെറിയ മാങ്ങ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ചിലയിടത്ത് ചപ്പിക്കുടിയ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വെറൈറ്റി പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു മാങ്ങ ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്തിരി അരമുറി തേങ്ങ, ഒരു നുള്ള് ജീരകം, അത്രയും അരച്ചിട്ട് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് താളിക്കുന്നതിലാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തൈര് ഉടച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. കടുക് താളിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1-2 വറ്റൽമുളക് നമുക്കിതുപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടുക് താളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം, കടുക് താളിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യാവുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.